ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മളെ ഗ്രാമീണ ബാങ്കിന്റെ നോട്ടിഫിക്കേഷൻ ഫൈനലി വന്നിരിക്കുകയാണ്. വേക്കൻസീസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വേക്കൻസി തന്നെ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോൾ നിലവിൽ നോക്കുകയാണെങ്കിൽ ഓഫീസ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ക്ലർക്ക് എന്ന പോസ്റ്റിന് ഇപ്പോൾ 350ഓളം വേക്കൻസീസ് ആണ് കേരളത്തിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഓഫീസർ എന്ന പോസ്റ്റിന് 250 വേക്കൻസീസ് ആണ് ഇപ്പോൾ കേരളത്തിൽ റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എക്സാം വരുന്നത് ഈ രണ്ട് പോസ്റ്റിനായാലും എക്സാം രണ്ട് ഘട്ടമായിട്ടായിരിക്കും വരുന്നത്. ഒരു പ്രിലിമിനറി എക്സാം ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് ഒരു മെയിൻസ് എക്സാം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസറിന് മാത്രമായിട്ട് ഒരു ഇന്റർവ്യൂ കാര്യങ്ങളും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ PSC ഒന്നും പോലെ ഇങ്ങനെ നീട്ടി വലിക്കുന്ന സ്വഭാവമൊന്നുമില്ല. ഒരു വർഷം 2 വർഷം ഒന്നും ഇങ്ങനെ അങ്ങനെയൊക്കെ നടപടിക്രമങ്ങൾ വരുന്നില്ല. ഇതിൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഈ ഒരു പ്രിലിമിനറിയും മെയിൻസും ഇന്റർവ്യൂവും ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ജോലി പ്രവേശിക്കുന്ന തരത്തിലാണ് ഈ ഒരു എക്സാമിന്റെ നടപടിക്രമങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ മറ്റു ബാങ്കുകളെ അപേക്ഷിച്ച് നമ്മുടെ ഗ്രാമീണ ബാങ്കിന്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ മറ്റ് ബാങ്കുകളുടെ എക്സാം പോലെ അത്ര ടഫൊന്നുമല്ല. നമുക്ക് അത്യാവശ്യം എളുപ്പത്തിൽ നേടിയെടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഗ്രാമീണ ബാങ്കിന്റെ എക്സാം എന്ന് പറയുന്നത്. അത്യാവശ്യം പ്രഷറും കാര്യങ്ങളൊന്നും വരാത്ത തരത്തിലാണ് ഇതിന്റെ ജോലിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ മറ്റ് ബാങ്കുകളിൽ നമുക്കിപ്പോൾ ഒരു ഓഫീസറൊക്കെ ആയിട്ട് നമുക്ക് ജോലി കിട്ടിയാൽ നമ്മൾ ഓൾ ഇന്ത്യ വർക്ക് ചെയ്യേണ്ടി വരും. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ നമുക്ക് പോസ്റ്റിംഗ് കിട്ടും. പക്ഷേ ഈ ഒരു ഗ്രാമീണ ബാങ്ക് എക്സാമിന്റെ കാര്യത്തിൽ നമുക്കിപ്പോൾ ഒരു ഓഫീസറായിട്ട് കയറിയാലും നമുക്ക് കേരളത്തിൽ തന്നെ നമുക്ക് ജോലി എടുക്കാൻ പറ്റും എന്നതാണ് ഈ ഒരു എക്സാമിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു പ്രഷറൊന്നും ഇല്ലാത്ത നല്ലൊരു ബാങ്ക് ജോലിയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. മറ്റ് ബാങ്ക് എക്സാമുകളെ പോലെ അത്ര ടഫായിരിക്കല്ലേ ഇത്. അതിനേക്കാളും കുറച്ച് എളുപ്പമായിരിക്കും ഈ ഒരു ഗ്രാമീണ ബാങ്കിന്റെ എക്സാമും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കിതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. എങ്ങനെയാണ് ഇതിന്റെ ഏജ് കാര്യങ്ങളൊക്കെ വരുന്നത്, അതുപോലെ എപ്പോഴാണ് നമ്മുടെ എക്സാം വരുന്നത്, നമ്മുടെ പ്രിലിമിനറി എക്സാം ആയാലും മെയിൻസ് എക്സാം ആയാലും ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ എത്രാം തീയതി ഏത് മാസമാണ് വരുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുമായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാം നമ്മുടെ ഈ ഒരു അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 1/9/2025 21/9/2025 ഇടയിലാണ് നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കാനാവുക. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ആവാറായി. അതുപോലെ തന്നെ നമ്മുടെ അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിലിമിനറി എക്സാം ആണ്. നമ്മുടെ പ്രിലിംസ് എക്സാം വരുന്നത് നമ്മുടെ ഓഫീസറിൻ്റെതും OAയുടെയും വരുന്നത് നവംബർ-ഡിസംബർ മാസത്തിലാണ് നമ്മുടെ പ്രിലിംസ് എക്സാം വരുന്നത്. അതായത് നമ്മുടെ പ്രിലിംസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടൊക്കെ വന്ന് അടുത്തത് നമ്മുടെ മെയിൻസ് എക്സാം ആണ്. നമ്മുടെ ഓഫീസറിൻ്റെയും OAയുടെയും മെയിൻസ് എക്സാം വരുന്നത് ഡിസംബർ, ഫെബ്രുവരി എന്നീ മാസങ്ങളിലാണ് നമ്മുടെ ഓഫീസർ അതുപോലെ തന്നെ OAയുടെ നമ്മുടെ മെയിൻസ് എക്സാം വരുന്നത്. അപ്പോൾ നമ്മുടെ ഓഫീസ് അസിസ്റ്റന്റിന്റെ മെയിൻസ് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ ഓഫീസറിന് എക്സ്ട്രാ നമ്മളൊരു ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു റിസൾട്ടൊക്കെ നമ്മുടെ ഒരു ജനുവരി മാസത്തിൽ നമ്മുടെ ഓഫീസറിന് വരുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു എക്സാമിന്റെ ഇന്റർവ്യൂ ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് എന്താ പറയുക ഒരു ജനുവരി, ഫെബ്രുവരി ആ ഒരു മാസത്തിലായിരിക്കും നമ്മുടെ ഒരു എക്സാമും ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടോട്ടലായിട്ട് നമ്മുടെ ഈ ഒരു എന്താ പറയുക ഫൈനൽ റിസൾട്ട് വരുന്നത് ഫെബ്രുവരി, മാർച്ച് ആ ഒരു മാസത്തിലായിരിക്കും നമ്മുടെ ഈ ഒരു എക്സാമുകളുടെ ഒരു ഫൈനൽ റിസൾട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു എക്സാമിൻ്റെയും അതുപോലെ തന്നെ ഇന്റർവ്യൂവിൻ്റെ ഒക്കെ ഷെഡ്യൂൾ വരുന്നത്. ഇനി നമ്മുടെ ഏജ് ലിമിറ്റും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓഫീസ് അസിസ്റ്റന്റിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സിനും 28 വയസ്സിനും ഇടയിലാണ് നമ്മുടെ ഓഫീസ് അസിസ്റ്റന്റിന്റെ ഏജ് ലിമിറ്റ് വരുന്നത്. ഇപ്പോൾ കാൻഡിഡേറ്റ്സ് 2/9/1997 1/9/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണമെന്ന് ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അസിസ്റ്റന്റ് മാനേജർ നമ്മുടെ ഓഫീസറിന്റെ സ്കെയിൽ 1 അസിസ്റ്റന്റ് മാനേജറാണ് വരുന്നത്. അതിൽ 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലാണ് ഏജ് ലിമിറ്റ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഓഫീസറിന്റെ സ്കെയിൽ 2 വരുന്നുണ്ട്, അതുപോലെ തന്നെ ഓഫീസറിന്റെ സ്കെയിൽ 3 വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഏജ് ലിമിറ്റിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. അടുത്തത് നമ്മുടെ ഏജ് റിലാക്സേഷൻ ആണ്. നമ്മുടെ ഈ ഒരു ഏജ് റിലാക്സേഷൻ വരുന്നത് നമ്മുടെ SC അതുപോലെ തന്നെ ST കാറ്റഗറിക്ക് ആണെങ്കിൽ 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു OBC അതിന് നോക്കുകയാണെങ്കിൽ 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത്. നമ്മുടെ ഓഫീസ് അസിസ്റ്റന്റ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ ഓഫീസർ സ്കെയിൽ 1 ആയാലും ഓഫീസർ സ്കെയിൽ 2 ആയാലും അതിൻ്റെയൊക്കെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എസെൻഷ്യൽ ആയിട്ടുള്ള നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നിങ്ങൾ ഇത് നോക്കിയ ശേഷം നിങ്ങൾ ഇതിന് യോഗ്യനാണെങ്കിൽ നിങ്ങൾ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് മറ്റും വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സൈറ്റ് സന്ദർശിച്ച ശേഷം ഇത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റ് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ
ലാസ്റ്റ് ഡേറ്റ് മുമ്പായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. കാരണം നമ്മൾ ലാസ്റ്റ് ഡേറ്റ് അടുക്കാറായി, ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇത് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുമായിട്ട് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.